ഹായ് പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിൽ ഹൈറിച്ചിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പലരും ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കിയവരാണ്. നിക്ഷേപിച്ച നിക്ഷേപയുടെ പൈസ കുറേ അധികം പോയിട്ടുള്ളത് ഇവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പലർക്കുമായിട്ടാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ ഇവരുടെ മാർക്കറ്റിംഗ് മാനേജർ ബിനുരാജ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ട്രീയുടെ മുൻപിൽ പ്രതിഷ്ഠിച്ചിട്ട് ഏകദേശം 3 കോടിയോളം രൂപ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പലരും ഇവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പലരും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സിന്ധുരാജ് അങ്ങനെയുള്ള ഇവരുടെ HR മാനേജർ അങ്ങനെയുള്ള പലരും ഇതിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രതാപൻ, ഈ സ്ഥിരം മണി ചെയിൻ തട്ടിപ്പ് ക്രിമിനലായ പ്രതാപൻ, അദ്ദേഹം കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതും ഓഫീസിലെ സ്ത്രീകളെയായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് അനു സുനിൽകുമാർ. അവരെയാണ് ആരെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രതാപൻ നിയോഗിച്ചിരുന്നത്. അവർ വളരെ മധുരകരമായിട്ട് കേസ് കൊടുക്കരുത്, നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമെന്നൊക്കെ മുൻപ് പറഞ്ഞിരുന്നു. അങ്ങനെ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരു നിക്ഷേപകൻ വീണ്ടും വിളിച്ചപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഹലോ ഹലോ, പറയായിരുന്നു. അനു, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. എന്തെങ്കിലും തീരുമാനത്തിൽ വ്യത്യാസം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എന്ത് തീരുമാനത്തില്? നിങ്ങൾ ഈ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പറ്റിച്ച ഒരാൾപ്പെട്ടാണ് ഞാൻ. നിങ്ങളൊക്കെ പറഞ്ഞു പറ്റിച്ച ഒരാൾപ്പെട്ടാണ് ഞാൻ പറഞ്ഞു പറ്റിച്ചിട്ടില്ലേ സാർ? സാർ വേറെ എന്തെങ്കിലും പറയും. ഇല്ലല്ലോ, ഞാൻ അന്ന് കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ കേസ് കൊടുക്കരുത്, പറ്റിപ്പാട്ടി യാതൊരു ബന്ധമില്ല. പിന്നെ അതന്നല്ലേ പറ്റിക്കല്? എന്ത് പറ്റിക്കല്? തട്ടിപ്പാണെന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുമ്പോ തട്ടിപ്പാന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ വീണ്ടും സാറിനോട് പറഞ്ഞല്ലോ, തട്ടിപ്പാന്ന് ഞങ്ങൾക്ക് അപ്പോഴും അറിയില്ല. ഇപ്പൊ വിളിച്ചോളി, അതറിഞ്ഞാൽ സാർ എന്തിനാണ് വിളിച്ചോണ്ടിരിക്കുന്നത്? അതിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഇതന്നെ ഏതന്നെ? ഞങ്ങള് പൈസ നഷ്ടപ്പെട്ടു. എന്റെ 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ പൈസ തിരിച്ചു തരണം. ഞാനാണ് നിങ്ങളിത് പൈസ മേടിച്ചേക്കണേ? പിന്നെ തീർച്ചയായും നിങ്ങളല്ലേ അതിൽ ഇടപെട്ടത്. ഞാൻ ഇടപെട്ടു. പൈസ കൊടുത്തു സാർ ആരുടെ? നിങ്ങളാരെങ്കിലും പൈസ കൊടുത്തത്? ആ കേസിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? കേസിൽ ഞാൻ കേസിൽ ഇടപെട്ടിട്ടില്ല. നിങ്ങളോട് വിളിച്ച് സംസാരിച്ചില്ല പറ്റും. കേസിൽ പൈസ തിരിച്ചു കിട്ടും. നിങ്ങൾ ഒരിക്കലും കേസ് കൊടുക്കരുത്. അപ്പൊ ഞങ്ങളോട് കമ്പനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അപ്പൊ പറയാം. ചില നാൾ മുമ്പാണ് നിങ്ങളൊരു കാര്യം ചെയ്യാൻ. ഈ കേസ് പ്രശ്നങ്ങളൊന്നും അവിടെയില്ല. അതിനുശേഷം കേസായെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ പോയി സംസാരിക്കൂ. ഞങ്ങൾ വെറുതെ സ്റ്റാഫുകളാണ്, ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. നിങ്ങളെയാണ് ഏൽപ്പിച്ചതെന്ന് നിങ്ങളുടെ സ്വന്തം മാഡവും സ്വന്തം സാറും പറഞ്ഞനുസരിച്ചാണ് നിങ്ങൾ സംസാരിച്ചത്. ശരി, അതാ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ അന്ന് വിളിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ഏൽപ്പിച്ചിരുന്നോ? നിങ്ങൾ ഏൽപ്പിച്ചിരുന്നോ? ഇല്ല, എന്നെ ഏൽപ്പിച്ചു. ഞങ്ങൾ വിളിച്ച് സംസാരിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വിളിച്ച് സംസാരിച്ചു. എന്നോട് പറഞ്ഞ് അനുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, സുമിത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞല്ലേ? പ്രധാന സാർ അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ ചോദിച്ചോളൂ, അനുവിനെ അറിയില്ല ഞാൻ പറയണേന്ന് പറയൂ സാർ. അപ്പൊ സാറ് പറഞ്ഞോളൂ മറുപടി കേട്ടോ. എങ്ങനെ? സാറ് പ്രധാന സാറിനോട് പറഞ്ഞോളൂ. അനുവിനോട് ചോദിച്ചപ്പോ അനുവിനെ അറിയില്ല എന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ കാര്യം. അത്രേ ഉള്ളൂ കാര്യം. രക്ഷപ്പെടാൻ നോക്കണ്ട, മനസ്സിലായോ? ഇപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല. സാറ് ഓഫീസിൽ സാറിന്റെ വീട്ടിലേക്ക് ചെല്ലൂ. അല്ലെങ്കിൽ ആരാണ് ജോയിൻ ചെയ്യിച്ചാൽ അവരോട് സംസാരിക്കൂ. നീ കൂടെ വരണം. നീ സംസാരിച്ച കാര്യങ്ങൾ പറയണ്ടേ? പ്രധാന സാറിന്റെ വീട്ടിൽ നിങ്ങൾ പൊക്കോളൂ. ഞാൻ നിങ്ങൾ വരുമ്പോൾ വിളിച്ചാൽ ഞാൻ വന്നോളാം കേട്ടോ. ഓക്കെ, ശരി. ഈ അനു സുനിൽകുമാർ സംസാരിക്കുന്നത് കണ്ണൂരുള്ള ഒരു നിക്ഷേപകനുമായിട്ടാണ്. ഇതേ നിക്ഷേപകൻ മുൻപ് പരാതിയുമായിട്ട് വന്നപ്പോൾ പ്രതാപൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞതും ഇതേ അനു സുനിൽകുമാറാണ്. നിങ്ങളിപ്പോൾ അവരുടെ ഭാഷയുടെ ശൈലിയൊക്കെ ശ്രദ്ധിച്ചിരിക്കും. ഈ നിക്ഷേപകൻ 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഹൈറിച്ചിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ലോൺ അടക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വിടുന്നത്. നാട്ടിൽ നിൽക്കുന്ന ഒരാളാണ്, നാട്ടിൽ പണിക്ക് പോകുന്ന ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പൈസ മണി ചെയിൻ തട്ടിപ്പുകാർ കൈക്കലാക്കാൻ വരുമ്പോൾ വളരെ മധുരകരമായൊക്കെ സംസാരിക്കും. പൊട്ടാനാകുമ്പോൾ നിങ്ങൾ കേസ് കൊടുക്കും എന്ന് പറഞ്ഞാലും അവർ മധുരകരമായിട്ടൊക്കെ സംസാരിക്കും. അവസാനം പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവരുടെ ഭാഷയും ശൈലിയും ഒക്കെ ഇതായിരിക്കും. ഈ ഹൈറിച്ചിൻ്റെ ഓഫീസിലുള്ളവരും പ്രതാപനുമായിട്ടും പ്രതാപനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളവരൊക്കെ ഒരുപാട് പൈസ ഇതിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ താഴ്ത്തട്ടിൽ ചേർന്ന സാധാരണക്കാരുടെ പൈസയാണ്, അവരുടെ വിയർപ്പിൻ്റെ അധ്വാനമാണ്. പ്രതാപനും പ്രതാപനൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയൊക്കെ ബസ്സായിട്ടും സ്വർണ്ണമായിട്ടൊക്കെ പലരുടെയും പേരിൽ വാങ്ങിച്ചിട്ട് പലയിടത്തായിട്ട് ഒളിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതൊക്കെ സാധാരണക്കാരുടെ പൈസയാണ്. മണി ചെയിൻ തട്ടിപ്പുകാർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ പൈസ അവരുടെ കയ്യിലാകുന്നത് വരെ വളരെ മധുരകരമായിട്ടൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ പൈസ അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും അവരുടെ സംസാര ശൈലി. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മൾക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. മണി ചെയിൻ തട്ടിപ്പുകളിൽ ചെന്നപ്പെടാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ.